ഈ പഴയ നിയമത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, മനുഷ്യന്റെ സൃഷ്ടിയെക്കുറിച്ച് വായിക്കുമ്പോൾ നല്ല ശ്രദ്ധയോടെ ഇരിക്കണേ. മനുഷ്യന്റെ സൃഷ്ടിയെക്കുറിച്ച് വായിക്കുമ്പോൾ നമ്മളിങ്ങനെ വായിക്കും, ആദം ഉറങ്ങുമ്പോൾ ആദത്തിന്റെ ആ ഗാഠനിദ്രയിൽ ആദം ഒന്നും അറിയാതെ കിടന്നുറങ്ങുന്ന ഒരു സമയത്ത്, ഒന്നും അറിയാതെ കിടന്നുറങ്ങുന്ന ഒരു മരിച്ച പോലെ, നമ്മൾ പറയില്ലേ ചത്ത പോലെ ഉറങ്ങിപ്പോയി, അത്ര ഡീപ്പ് സ്ലീപ്പിന്റെ ഇടയ്ക്ക് ആണ് നമ്മളിങ്ങനെ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുക. ആദമിന്റെ വാരിയലിൽ നിന്ന്, ആദമിന്റെ ഒരു സൈഡിൽ നിന്ന്, വാരിയലിനേക്കാൾ കൂടുതൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രയോഗം ഇതാണ്, ആദത്തിന്റെ സൈഡിൽ നിന്ന്, ആദത്തിന്റെ വശത്ത് നിന്ന് ആരുണ്ടായി? ഹവ്വായെ സൃഷ്ടിച്ചു. ഹവ്വ സകല ജനത്തിന്റെയും അമ്മയായിരുന്നു നമ്മൾ വായിക്കുന്നുണ്ട്. വിശുദ്ധ അംബ്രോസ് ഇതിനെ ഇങ്ങനെ ഈശോയുടെ ഹൃദയത്തോട് ചേർത്ത് ചിന്തിക്കുന്ന ഇങ്ങനെയാണ്, കുരിശിൽ ഈശോ കിടക്കാണ്. യോഹന്നാന്റെ സുവിശേഷം 19-ാമത്തെ അധ്യായത്തിന്റെ 32 മുതലുള്ള വാക്യങ്ങൾ കാണും. ഈശോ മരിച്ചു, അത് ഉറപ്പുവരുത്താൻ വേണ്ടി ഒരാൾ കുന്തം കൊണ്ട് കുത്തി. അപ്പൊ അവിടെ നിന്ന് രക്തവും വെള്ളവും ഒഴുകി. എന്ന് വെച്ചാൽ ഈശോയുടെ സ്നേഹത്തിന്റെ ഏറ്റവും എക്സ്ട്രീം ഒരു എക്സ്പ്രഷൻ. നമ്മൾ പിന്നീട് വ്യാഖ്യാനങ്ങളെ വായിക്കുന്നുണ്ട്, അത് കൂദാശകളായിരുന്നു എന്ന്. അത് എവിടുന്നാ വന്നത്? ഈശോയുടെ സൈഡിൽ നിന്ന്. ഉത്തരം പറ. ഈശോയുടെ വശത്ത് നിന്ന്, ആദത്തിന്റെ വശത്ത് നിന്ന് ഒരമ്മ, സകല ജനതകൾക്ക് വേണ്ടിയുള്ള ഒരു അമ്മ പുറത്തു വന്ന പോലെ ആദം ഗാഠനിദ്രയിലാണ്, ഈശോയും ഗാഠനിദ്രയിലാണ്. എന്താ അത്? മരണപ്പെട്ട് നിൽക്കുകയാണ്. മാനുഷികമായ രീതിയിൽ ചിന്തിച്ചാൽ മരണപ്പെട്ട് നിൽക്കുകയാണ്. ഉറക്കമുണർത്താൻ ഒന്ന പോലെ, കാവ്യാത്മകമായിട്ട് ചിന്തിച്ചാൽ ഉറക്കമുണർത്താൻ എന്ന പോലെ, ഇവന് ജീവനുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഒരാൾ കുന്തം കൊണ്ട് കൊത്തുന്നു, ജീവനില്ല, മരിച്ചു, ഗാഠനിദ്രയിൽ. ആ ഗാഠനിദ്രയിലായിരിക്കുന്ന പുതിയ ആദത്തിന്റെ സൈഡിൽ നിന്ന് എന്താണ് പുറത്തോട്ട് വരുന്നത്? കൂദാശകൾ പുറത്തോട്ട് വരികയാണ്. കൂദാശകളെക്കാൾ അപ്പുറമായിട്ട് വിശുദ്ധ അംബ്രോസ് ഇതിനോട് ചേർത്ത് മറ്റൊരു വ്യാഖ്യാനം തരുന്നുണ്ട്. അവിടെ നിന്നാണ് സഭ പൊട്ടിപ്പുറപ്പെട്ടത്. സഭ പൊട്ടിപ്പുറപ്പെട്ടത്. സഭയെക്കുറിച്ച് നമ്മൾ പറയുന്ന മറ്റൊരു പ്രയോഗമാണ് സഭാ മാതാവ്, സകല ദൈവജനത്തിന്റെയും അമ്മയായ സഭ. പറഞ്ഞേ ഹല്ലേലൂയ. ആ സഭയെ നമ്മൾ അമ്മ എന്ന് വിളിക്കുന്നു, സ്ത്രീ എന്ന് വിളിക്കുന്നു. ഈശോയുടെ സൈഡിൽ നിന്ന് പുറത്തേക്ക് വന്ന സ്നേഹമാണ് സഭ. പറഞ്ഞേ ഹല്ലേലൂയ.